ശ്രീനഗറിൽ തെരുവ് പ്രതിഷേധങ്ങളെ നേരിടാൻ അപകടകരമായ ബുള്ളറ്റുകൾക്ക് പകരം പ്ലാസ്റ്റിക് ബുള്ളറ്റുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ മുഖമടക്കമുള്ള പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങളിൽ ഈ ബുള്ളറ്റുകൾ പതിച്ചാൽ അത് അപകടകരമാണെന്നാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ പറയുന്നത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന പെല്ലറ്റ് ബോളുകൾ ഏറെ അപകടകരമായിരുന്നു. ഒരേ സമയത്ത് നൂറുകണക്കിന് ആളുകളെ ലക്ഷ്യം വെക്കാൻ സാധിക്കുന്ന പെല്ലറ്റ് ബോളിനേക്കാൾ ഉദ്ദേശിക്കുന്ന ആളെ മാത്രം ബാധിക്കുന്ന പ്ലാസ്റ്റിക് ബുള്ളറ്റുകളാണ് തെരുവ് പ്രതിഷേധക്കാരെ നേരിടാൻ നല്ലതെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ഫാക്ടറിയിൽ പ്ലാസ്റ്റിക് ബുള്ളറ്റുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. AK-47 റൈഫിളുകളിൽ നിന്ന് ഫയർ ചെയ്യാൻ സാധിക്കുന്നവയാണിത്. പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വാർത്തകളാണ് കശ്മീരിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ബുള്ളറ്റുകളേക്കാൾ 500 ഇരട്ടി കുറവ് പ്രത്യാഘാതങ്ങൾ മാത്രമേ പ്ലാസ്റ്റിക് ബുള്ളറ്റുകൾ ഉണ്ടാക്കൂ എന്നാണ് ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി ഡയറക്ടർ മഞ്ജിത് സിംഗ് അഭിപ്രായപ്പെടുന്നത്. അപകടം കുറഞ്ഞത് എന്ന പേരിൽ 5ാമത്തെ പരീക്ഷണ ബുള്ളറ്റാണ് കശ്മീരിൽ പരീക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് ബുള്ളറ്റ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് മാത്രം. ചില ലബോറട്ടറി പരീക്ഷണങ്ങളല്ലാതെ ഈ പുതിയ ബുള്ളറ്റുകൾ ഇന്ത്യയിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. കണ്ണീർ വാതക ഷെൽ, റബ്ബർ ബുള്ളറ്റ്, മുളകുപൊടി പാവകൾ, പെല്ലറ്റ് ഗൺ തുടങ്ങിയവയെല്ലാം കശ്മീരിലാണ് പ്രതിരോധ വിഭാഗം ആദ്യമായി പരീക്ഷിച്ചിട്ടുള്ളത്. എല്ലാം സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളിലാണ്. അതായത് ഇന്ത്യ കണ്ടെത്തുന്ന എല്ലാ പുതിയ ആയുധങ്ങളും പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്നത് കശ്മീരിലാണെന്ന് ചുരുക്കം. രാജസ്ഥാൻ, UP പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ അളവിൽ വിവിധ പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്. നിരവധി ക്രമസമാധാന പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ അവിടെയൊന്നും ആർക്കും പെല്ലറ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. എന്തും പരീക്ഷിച്ചു നോക്കാൻ ഞങ്ങളെന്താ ഗിനിപ്പന്നികളാണോ എന്നാണ് കശ്മീർ ജനത ആവർത്തിച്ച് ചോദിക്കുന്നത്. പ്ലാസ്റ്റിക് ബുള്ളറ്റുകൾ അപകടം കുറഞ്ഞവയെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ വാദം തള്ളിക്കളയുകയാണ് തദ്ദേശവാസികൾ. 2010 പെല്ലറ്റുകൾ കൊണ്ടുവന്നപ്പോഴും അപകടം കുറഞ്ഞത് എന്ന വാദം തന്നെയാണ് പ്രതിരോധ വിഭാഗം പറഞ്ഞിരുന്നത്. എന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് പെല്ലറ്റുകൾ ഉണ്ടാക്കിയത്. വെറും 5 മാസത്തെ കണക്ക് പരിശോധിച്ചാൽ തന്നെ 12,000 ആളുകളാണ് പെല്ലറ്റ് ആക്രമണത്തിൽ കശ്മീരിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നതിന് കാരണമായിരുന്നു. യുവാക്കളാണ് കശ്മീരിലെ പെല്ലറ്റ് ആക്രമണത്തിന്റെ സ്ഥിരം ഇരകൾ. 1570-ലധികം പേരാണ് ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടിയത്. കാഴ്ച നഷ്ടപ്പെടുന്നവരാണ് ഇതിൽ കൂടുതലും. 2018-ൽ 363 രോഗികളാണ് കണ്ണിന് പരിക്കേറ്റ് SMHS ആശുപത്രിയിൽ ചികിത്സിച്ചത്. 20 മരണങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. 1726 പേരാണ് ഇതുവരെ വികലാംഗരായിട്ടുള്ളത്. അപകടം കുറഞ്ഞ പുതിയ ആയുധങ്ങൾ കശ്മീരിൽ പരീക്ഷിക്കുക എന്നാൽ പഴയത് ഒഴിവാക്കുക എന്നല്ല. അവ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ പരീക്ഷണങ്ങൾ കൂടുതൽ ആക്രമണ പരമ്പരകൾക്കാണ് വഴിയൊരുക്കുക എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. കശ്മീരിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ചുവടുവയ്പ്പുകളാണ് ആവശ്യം.